मेरे प्यारे देशवासियों, भाइयों बहनों, सुनो, अच्छा दिन आया था. ഇതൊക്കെ ഒരു ഗുജ്ജു തന്ത്രം തന്നെയാണ്. നയാര കൂട്ടി, കുറച്ചൊന്നുമല്ല, 5.5 രൂപ ഒടുക്കത്തെ കൂട്ടൽ. ഇനിയും മറ്റു പൊതുമേഖലാ വേട്ടാവളിയന്മാർ കൂട്ടും. ഇതൊരു തന്ത്രം, ഗൂഢാലോചനയാണ് ഇങ്ങനത്തെ ഈ കൂട്ടൽ. വിശ്വഗുരു യോഗനിദ്രയിലാണ്. അമിത്ജിയും സംഘവും ഇനിയും കാശിക്ക് പോയിട്ടുണ്ടാവും. തുരന്നെടുപ്പ് വന്നിട്ടും സംഘികൾക്ക് കൂട്ടാൻ ഒരു കൂസലുമില്ല. എവിടെ ശോഭാ സുരേന്ദ്രൻജിയും ചുരളീധരൻജിയും ഒക്കെ കാളവണ്ടിയുമായിട്ട് ഇറങ്ങണ്ടേ? 2014 ഒരു വീപ്പ എണ്ണയ്ക്ക് അന്താരാഷ്ട്ര മാർക്കറ്റിൽ $128-130 വരെയും എത്തി. അന്ന് ഇന്ത്യയിലെ 1 ലിറ്റർ പെട്രോളിൻ്റെ വില കേവലം 78 രൂപ. ഒരു ഗ്യാസ് സിലിണ്ടറിന് 480 മുതൽ 500 രൂപ വരെ 2 രൂപ കൂട്ടിയപ്പോൾ ഇന്ത്യ മൊത്തം സ്തംഭിപ്പിച്ച അന്ധഭക്തന്മാരെ ഒന്നും കാണുന്നില്ലല്ലോ. അന്ന് നമ്മുടെ ഗുരുജി പറഞ്ഞു, 56 ഇഞ്ച് ഞാൻ അധികാരത്തിൽ വന്നാൽ 40 രൂപയ്ക്ക് ഡീസലും 50 രൂപയ്ക്ക് പെട്രോളും കൊടുക്കുമെന്നാണ്. ഇത് 1/2 ലിറ്റർ പോലും കൊടുക്കാൻ കഴിയുന്നില്ലല്ലോ ജി. മതം വിറ്റ് ഉപജീവനം കഴിക്കുന്ന രാഷ്ട്രീയ പരാന്നഭോജികളെ, ഗവേണൻസ് എന്താണെന്ന് ആ മൻമോഹൻ സിംഗിൽ നിന്ന് പഠിക്കേണ്ടതായിരുന്നു. അന്ധഭക്തന്മാർക്കെല്ലാം കോവിഡ് വന്ന ലക്ഷണമാണ്. ഒരുത്തനെയും കാണുന്നില്ല. കംപ്ലീറ്റ് ലോക്ക്ഡൗണിലാണ്.